കൊലക്കേസ് പ്രതി ഷെറിന് ശിക്ഷ ഇളവ് നൽകി ജയിലിൽ നിന്നും പുറത്തിറക്കാനുള്ള സർക്കാർ ശുപാർശയിൽ കൂടുതൽ വിശദീകരണം തേടാൻ രാജ്ഭവൻ തീരുമാനിച്ചു. ഫയൽ പരിശോധിച്ച് നിയമവശങ്ങൾ പരിശോധിച്ച് കൂടുതൽ വിശദീകരണത്തിനായി ഫയൽ മടക്കുമെന്നാണ് അറിയുന്നത്. ഉടൻ തീരുമാനം ഉണ്ടാകില്ല. അപ്പോൾ ഷെറിനെ പുറത്തിറക്കി കൊണ്ടുപോകാനുള്ള ആരുടെയോ ആഗ്രഹം അത് നടക്കാനിടയില്ല. നിലവിൽ ശിക്ഷ ഇളവിനായി സർക്കാർ ശുപാർശ ചെയ്ത മറ്റൊരു തടവുകാരിയുടെ ഫയൽ ഗവർണറുടെ തീരുമാനം കാത്ത് രാജ്ഭവനിലുണ്ട്. ചൊവ്വാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഷെറിന്റെ കാര്യം തീരുമാനിച്ചത്. എങ്കിലും ഇത് സംബന്ധിച്ച് ഫയൽ ഇതുവരെ രാജ്ഭവനിൽ എത്തിയിട്ടില്ല. ജീവപര്യന്തം സംബന്ധിച്ച മുൻകാല സുപ്രീം കോടതി വിധികളും രാജ്ഭവൻ ശേഖരിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഷെറിന്റെ കാര്യത്തിൽ സർക്കാർ അസാധാരണമായ തിടുക്കം കാട്ടിയെന്ന വാർത്തകൾ രാജ്ഭവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മന്ത്രി ഗണേഷ് കുമാർ ഷെറിന്റെ മോചനത്തിനായി ഇടപെട്ടെന്നും ഇക്കാര്യം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മരിച്ച കാരണവരുടെ ബന്ധു പറഞ്ഞു. അതേക്കുറിച്ച് പരാതിയും നൽകും. ഇതെല്ലാം മനസ്സിലാക്കിയാണ് രാജ്ഭവൻ നീങ്ങുന്നത്. ആ ഫയൽ രാജ്ഭവനിലേക്ക് സർക്കാർ അയക്കാൻ ഇടയില്ലെന്നും സൂചനകൾ പുറത്തു വരുന്നു. CPM-ലെ ഒരു വിഭാഗം അതിൽ എതിർപ്പാണ്. എന്നാൽ ഫയൽ രാജ്ഭവന് കൈമാറാമെന്നും തീരുമാനത്തിനായി സമ്മർദ്ദം ചെലുത്തേണ്ടതില്ലെന്നുമാണ് മുഖ്യമന്ത്രിയുടെ പക്ഷമെന്നും വാർത്തകൾ വരുന്നു. ഷെറിന്റെ അപേക്ഷ ജയിൽ ആസ്ഥാനത്തെത്തിയതോടെ ശരവേഗത്തിലാണ് ഫയലുകൾ നീങ്ങിയത്. അട്ടക്കുളങ്ങര വനിതാ ജയിൽ സൂപ്രണ്ട് അനുകൂല റിപ്പോർട്ട് നൽകി. ചില ഉന്നതരുടെ ഇടപെടലാണ് കാര്യങ്ങൾ ഇത്രയും വേഗത്തിലാക്കിയത്. ഭാസ്കര കാരണവരുടെ ശാരീരികമായി വൈകല്യമുള്ള ഇളയ മകൻ ബിനുവിന്റെ ഭാര്യയാണ് ഷെറിൻ. ഷെറിനെ അമേരിക്കയിൽ കൊണ്ടുപോകുമെന്ന ഉറപ്പിലാണ് കാരണവരുടെ മകനുമായി കല്യാണം നടത്തിയത്. ഒരു വർഷത്തിനകം ഇരുവരും അമേരിക്കയിലും എത്തി. ഭാസ്കര കാരണവർക്കും ഭാര്യ അന്നമ്മയ്ക്കൊപ്പവുമായിരുന്നു ഷെറിന്റെ താമസം. അവിടെ ജോലിക്ക് കയറിയ സ്ഥാപനത്തിൽ ഷെറിൻ മോഷണത്തിന് പിടിക്കപ്പെട്ടത് മുതൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. പിന്നീട് ഭർത്താവിനും കൈക്കുഞ്ഞിനും ഒപ്പം നാട്ടിലേക്ക് മടങ്ങി. 2007 ഭാര്യ അന്നമ്മയുടെ മരണത്തോടെ ഭാസ്കര കാരണവരും നാടായ ചെറിയനാട്ടേക്ക് മടങ്ങി. പിന്നീടാണ് കൊലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഷെറിന്റെ മകൻ അന്നത്തെ 4 വയസ്സുകാരൻ ഇന്ന് മുതിർന്ന കുട്ടിയായി. മകനും ബിനുവും ഇപ്പോൾ അമേരിക്കയിലാണ്.